നമസ്കാരം. ഇപ്പോൾ നമുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിൻ്റെ പേര് ഫെയ്ത്ത്, അതായത് വിശ്വാസം. ആഗ്രഹം മാത്രം മതിയാകില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അത് നേടാമെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കണം. നെപ്പോളിയൻ ഹിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. വിശ്വാസമെന്നത് ഒരു വികാരമാണ്. ആ വികാരം നിങ്ങളുടെ മനസ്സിൽ ശക്തമായാൽ നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും സ്വയം മാറിത്തുടങ്ങും. വിശ്വാസമെന്നതെന്താണ്? പലരും കരുതുന്നു, എനിക്ക് കഴിവുണ്ടായാൽ ഞാൻ വിശ്വസിക്കും. പക്ഷേ സത്യം അതിൻ്റെ മറുവശമാണ്. ആദ്യം വിശ്വാസം വരണം, പിന്നെയാണ് കഴഴിവ്, ധൈര്യം, അവസരം എല്ലാം വരുന്നത്. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കാതെ പോയാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വളർച്ച തടയും. മനസ്സെങ്ങനെ വിശ്വാസം സ്വീകരിക്കുന്നു? നമ്മുടെ മനസ്സ് ഒരു അത്ഭുതയന്ത്രമാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് സത്യമാണെന്ന് വിശ്വസിക്കും. നെപ്പോളിയൻ ഹിൽ പറയുന്നു, സ്വയം പറയുന്ന വാക്കുകൾ, ആഫർമേഷൻസ്, വളരെ ശക്തമാണെന്ന്. ഉദാഹരണം, നിങ്ങൾ ദിവസേന എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ മനസ്സത് സത്യമാക്കും. പക്ഷെ നിങ്ങൾ ഞാൻ പഠിക്കും, ഞാൻ ശ്രമിക്കും, ഞാൻ വിജയിക്കും എന്നാണ് പറയുകയാണെങ്കിൽ മനസ്സതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. വിശ്വാസവും ആവർത്തനവും. ഒരിക്കൽ പറഞ്ഞാൽ വിശ്വാസമാവില്ല. വീണ്ടും വീണ്ടും പറയണം. വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ. ഇതാണ് ഓട്ടോ സജസ്റ്റൻ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത്. നെപ്പോളിയൻ ഹിൽ പറയുന്നത്, നിങ്ങൾ സ്ഥിരമായി ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇത് മാജിക് അല്ല, ഇത് മനസ്സിന്റെ പ്രവർത്തനമാണ്. ഒരു ലളിതമായ ഉദാഹരണം പറയാം. 2 പേർ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്ന് കരുതൂ. ഒരാൾ പറയുന്നു, ഇതെനിക്ക് പറ്റില്ല. മറ്റൊരാൾ പറയുന്നു, ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ പഠിക്കും. ആരായിരിക്കും മുന്നോട്ടു പോകുക? രണ്ടാമത്തെയാളാണ്. വ്യത്യാസം എന്താണ്? വിശ്വാസം അത്ര തന്നെ. ഈ അധ്യായത്തിന്റെ പ്രധാന പാഠം ആഗ്രഹം ലക്ഷ്യം കാണിക്കുന്നു, വിശ്വാസം അതിലേക്ക് നിങ്ങളെ നടപ്പാക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാനായില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ വിശ്വസിക്കില്ല. ഈ അധ്യായത്തിലെ ആശയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ലളിതമായ മലയാളം ഓഡിയോ ബുക്സുകായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ, കാരണം അവ തന്നെയാണ് നിങ്ങളുടെ ഭാവി. അടുത്ത അധ്യായം ഓട്ടോ സജഷൻ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ പക്ഷത്താക്കുന്ന ശക്തി. നന്ദി.